ഒരു വർഷം മുമ്പ് കുറച്ച് കള്ളന്മാരും അവരെ പിടിക്കുന്ന കാമുകന്റെയും കഥ പറഞ്ഞൊരു സംവിധായകനുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം കള്ളനെ പിടിക്കാൻ ഈ നാട്ടിലിറങ്ങുന്നത് പോലീസാണ്. ഇന്ന് ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ എന്റെ കൂടെ ഉള്ളത് ഡയറക്ടർ റോഷൻ ആൻഡ്രൂസ്. വെൽക്കം ടു മൈ ഷോ സർ. എന്ത് പറയണം ഞാൻ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലാസ്റ്റ് ടൈം ഒരു വർഷം മുമ്പ് കാസനോവ ടൈമിൽ ഇതേ സ്റ്റുഡിയോയിൽ ഇതേ ഹോട്ട് സീറ്റിൽ വന്നിരുന്നപ്പോൾ റോഷൻ ആൻഡ്രൂസ് ഒരു പൊട്ടിത്തെറിക്കുന്ന ഇന്റർവ്യൂ ആണ് എനിക്ക് തന്നത്. അന്ന് ഒരുപാട് പേർക്കെതിരെ കത്തി കയറുന്നുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം എത്രത്തോളം മാറി റോഷൻ ആൻഡ്രൂസ്? ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ശാന്തനായിരിക്കുന്നു. ഒരു വെടിക്കെട്ടിന് മുന്നിൽ മൂകത പോലെ ഇരിക്കുന്നു. വാട്ട് യു തിങ്ക്? പിന്നെ ഒരു വർഷം കൊണ്ട് എത്രമാത്രം മാറി റോഷൻ ആൻഡ്രൂസ്? മാറ്റം പ്രകൃതി നിയമമാണ്. ദ മോർ യു നോ ദ മോർ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ഇനി മുൻപോട്ട് കൂടുതൽ പഠിക്കാൻ ശ്രമം. സിനിമ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല സംസാരിക്കും. ഒൺലി സിനിമ, അല്ലാണ്ട് വേറെ എന്താ മാറ്റമൊന്നുമില്ല. ഞാൻ ഉദയനാണ് താരം എന്നുള്ള സിനിമയ്ക്ക് ഉണ്ടായ അതേ ആർജവത്തോട് തന്നെയാണ് ഓരോ സിനിമയും. ആൻഡ് കാസനോവയിൽ നിന്ന് എന്ത് പഠിച്ചു റോഷൻ ആൻഡ്രൂസ്? മുംബൈ പോലീസിൽ എന്ത് അപ്ലൈ ചെയ്തു റോഷൻ ആൻഡ്രൂസ്? മലയാളത്തിൽ എക്സ്പെൻസീവ് ആയിട്ട് സിനിമ ചെയ്യരുത്. മലയാളത്തിൽ 12 കോടിയുടെ സിനിമയൊന്നും മേലാൽ ചെയ്യരുത്. എനിക്കിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു നിർമ്മാതാവ് വന്നിട്ട് പറഞ്ഞു നമുക്ക് വലിയ സിനിമ ചെയ്യണം. ഞാനില്ല. ഇവിടെ നിൽക്കുന്ന ഈ എമൗണ്ടിൽ നിൽക്കുന്ന ചർച്ച സിനിമകൾ മാത്രം. ഇത്ര ഒരു സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാവണം. ആ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു നല്ല ധാരണ കാസനോ എനിക്ക് നൽകി. അതുകൊണ്ട് ഇപ്പൊ മുംബൈ പോലീസ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പണം ദൂർത്തടിച്ചു തോന്നുന്നുണ്ടോ പഴയ പടത്തില്? പണം ദൂർത്തടിച്ചില്ല. അത് അത്രയും 50 ലക്ഷം പേരാണ് യൂട്യൂബിൽ കാസനോ കണ്ടത്. 50 ലക്ഷം. അപ്പം ഇതില് ഒരു 10% തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് എന്റെ നിർമ്മാതാവിന് കുറച്ച് പൈസ കൂടുതൽ കിട്ടിയാണ്. വെൽ, ഇന്ന് സ്കൂൾ ഓഫ് റോഷൻ ആൻഡ്രൂസ് ആണ് സ്റ്റാർ ജാം. ആൻഡ് ഇന്നത്തെ ഷോയില് ആരെങ്കിലും പേടിക്കേണ്ടതായിട്ടുണ്ടോ? ഷാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ ഇരിക്കും. കാരണം ഞാൻ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയാൻ എനിക്ക് പിന്നെ ഒന്നും ആക്കിക്കൂട്ടിലോ കാണിച്ചു കൂട്ടിലൊന്നുമില്ല. എന്റെ മനസ്സും ഹൃദയം കൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഹൃദയം കൊണ്ട് തന്നെ ഇന്നും സംസാരിക്കും. പെർഫെക്റ്റ്. വെൽ, സ്റ്റാർ ജാം പാർട്ട് 2 വിത്ത് റോഷൻ ആൻഡ്രൂസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റുഡിയോ. ഓക്കെ, താങ്ക് യു. ആൻഡ് ഇന്ന് ചോദിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഞാൻ എന്തും ചോദിച്ചു. ബ്ലാങ്ക് ചെക്കാണ്. ഉത്തരം ഞാൻ അനുസരിച്ച് പറയുള്ളൂ. ടൺ കണക്കിന് ഫൺ. മലയാള സിനിമയിൽ ഒരു സസ്പെൻസ് ത്രില്ലർ കൂടി. എന്റെ കൂടെ എന്നുള്ളത് ഡയറക്ടർ റോഷൻ ആൻഡ്രൂസ്. ഇതൊരു അസാധാരണ ചിത്രം. കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചേക്കാം. പോസ്റ്ററിലും പത്രത്തിലൊക്കെ ഇങ്ങനെ ഒരു എഴുത്ത് ഞാൻ കണ്ടു. എന്താ അർത്ഥം? നമ്മൾ ഈ സിനിമ കാണാൻ വരുമ്പോൾ പല ആളുകളും ഇതിന്റെ ഞാൻ ടീസർ ഇറക്കിയപ്പോൾ പലരും പറഞ്ഞു, കുറെ പേര് പറഞ്ഞു ഇത് ബോൺ ഐഡന്റിറ്റി, കുറെ പേര് പറഞ്ഞു ഇത് അൺനോൺ, കുറെ പേര് പറഞ്ഞു ഇത് ഗജനി, കുറെ പേര് പറഞ്ഞു ഇത് വെറ്റിവീഴ, കുറെ പേര് പറഞ്ഞു ഓർമ്മ പോയ ഏതൊക്കെ സിനിമ ലോകത്തിറങ്ങിയിട്ടുണ്ടോ ആ സിനിമയുടെ എല്ലാ പേരും ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇങ്ങനെ എഴുതുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇതാണ് കണക്കുകൂട്ടലുകൾ. ഈ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചേക്കാം. ഇതാണ് ക്യാപ്ഷൻ. ഗുഡ്. ഇതൊരു അസാധാരണ ചിത്രം. മലയാള സിനിമയില് പിന്നെ സ്വയം ട്രംപറ്റ് ചെയ്ത് വരുന്ന ചിത്രങ്ങൾ കൂടുന്നുണ്ടോ? ഇതൊരു അസാധാരണ, ഇതൊരു ഭീകര ചിത്രം. ഇത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഹൊറർ ചിത്രം. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ ചോദ്യം ആ ക്യാപ്ഷൻ ഉള്ളതുകൊണ്ടായിരുന്നു ഷാൻ എന്നോട് ചോദിച്ചത്. അല്ലെങ്കിൽ ഈ ചോദ്യം വരില്ല. ഈ ചോദ്യം വന്നത് എന്റെ അർത്ഥം ആ ക്യാപ്ഷൻ അത്ര ഏറ്റിട്ടുണ്ടെന്നാണ്. ഒരു ക്യാപ്ഷനെ കുറിച്ച് ഇപ്പൊ റിലീസ് ചെയ്യേണ്ട അന്നുള്ള ക്യാപ്ഷൻ എന്തായിരുന്നു? ഒരു നഗരം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മൾക്കായി ഉറങ്ങാതെ കാവലിരിക്കുന്ന ആളുകൾ. ഇതായിരുന്നു ആ ക്യാപ്ഷൻ. അപ്പൊ അത് ആൾക്കാർ സ്വീകരിച്ചു. ആ ക്യാപ്ഷൻ ഒരു അസാധാരണ ചിത്രം എന്ന് പറയുന്നത് അസാധാരണ ചിത്രം. ഇതിനി മറ്റുള്ളവർ എല്ലാ സിനിമയും ഭയങ്കര ചിത്രം, ഭീകര ചിത്രം, ഗംഭീര ചിത്രം, കിടിലൻ ചിത്രം, അങ്ങനെ ഒരുപാട് പേര് ഇത് അതിലെ തന്നെ പാടുണ്ട്. ഇവർക്ക് എന്ത് പറ്റി, എന്ത് ഇങ്ങനെയൊക്കെ ഇവർ എഴുതുന്നത്, ഇവർക്ക് വേറെ ഇതിൽ ചിന്തിച്ചൂടെ? അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. എന്തൊരു ക്യാപ്ഷൻ ഇത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു സിനിമ നേരം എന്നുള്ള സിനിമയുടെ ക്യാപ്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ സിനിമയിൽ ഇരുന്നിട്ട് മറ്റേ സിനിമയെ പ്രൊമോട്ട് ചെയ്യണ പോലെ ഇരിക്കും. എന്നാലും കുഴപ്പമില്ല. ഇത് ലോകത്തിൽ ആദ്യമായി ഒരു വ്യത്യസ്തതയും ഇല്ലാത്ത ചിത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. എനിക്ക് ആ ചിന്ത കൊള്ളാം. മനസ്സിലായി? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയൊന്നും നമ്മുടെ ക്യാപ്ഷനിലേക്ക് വാല്യൂ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും അസാധാരണ ചിത്രം എന്ന് പറയുന്ന കാര്യം ഇപ്പൊ ജനങ്ങളോടാണ് എനിക്ക് ചോദിക്കേണ്ടത്. വി ഷുഡ് നോ ഹൗ ടു മാർക്കറ്റ് അവർ പ്രോഡക്റ്റ്. അതിൽ ഇപ്പൊ ഗംഭീരം, കിടിലൻ, അടിപൊളി, അങ്ങനത്തെ ഓരോരോ വാക്കുകളുണ്ട്. തകർപ്പൻ വിജയം ഒരിക്കലും ഞങ്ങൾ എഴുതില്ല. പേടിക്കണ്ട, അത് എഴുതില്ല. നമുക്ക് അങ്ങനെ എഴുതില്ല നമ്മൾ. അതല്ല, അല്ലെങ്കിൽ എന്താ ചരിത്ര സിനിമ, അങ്ങനെയൊന്നും നമ്മൾ അതൊക്കെ വിട്ടേക്ക്. നമ്മളത് ഇത് ഒരു അസാധാരണ ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ആ സാധാരണത്വം ഉണ്ടാവും. That's the confidence of a director. He is Roshan Andrews on Club FM Star Jam. Ton Fun. കണക്കിന് fun. Star Jam with RJ Sean. POLICE പോലീസ് എന്റെ കൂടെ ഉണ്ട്. പോലീസിന്റെ കഥ പറഞ്ഞൊരു സിനിമയുടെ ഡയറക്ടർ. ഹി ഈസ് റോഷൻ ആൻഡ്രൂസ്. വെൽക്കം ബാക്ക് ടു മൈ ഷോ സർ. ഡിഫൈൻ പോലീസ്. ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല.
ഡു യു തിങ്ക് മലയാളി പോലീസിനെ റെസ്പെക്ട് ചെയ്യാൻ മറക്കുന്നുണ്ട്, അതോ പോലീസ് മലയാളി റെസ്പെക്ട് ചെയ്യാൻ മറക്കുന്നുണ്ട്? രണ്ടും. ചില സമയങ്ങളിൽ ഇപ്പം എൻ്റെ അനുഭവം പറയാം. ഒരു പോലീസുകാരൻ എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം വന്ന് എൻ്റെ അപ്പച്ചനെ അറസ്റ്റ് ചെയ്യാനാണ്. അത് ഇവിടെ സ്വർഗ്ഗമൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ ഒരു സ്ഥലത്ത് ഒരു ലോൺ എടുത്തിട്ട് അവർ വന്നിരിക്കുന്നത് ആഫ്റ്റർ 10 years ആണ് ആൾ അറസ്റ്റ് ചെയ്യണം. ഫാദർ എൻ്റെ വീട് പണിയുന്ന സ്ഥലത്ത് നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം ഇത്ര പൈസ അടക്കണം? ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാ വീടും ജപ്തി ചെയ്ത് എല്ലാം കൊണ്ടുപോയി അവസാനം കോടതിയിൽ നിന്ന് പൈസയും തിരിച്ചു കിട്ടി. 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ അടക്കണമെന്ന് പറഞ്ഞ KFC-കാരോട് ചോദിച്ചു എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല, വാട്ട് യു മീൻ? അപ്പോൾ വിലങ്ങായിട്ട് വന്നിരിക്കുക. വിലങ്ങ് കൊണ്ടുവന്നിട്ട് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ടേബിളിൻ്റെ മേളിൽ കിട്ടും. ടേബിൾ കിട്ടുമ്പോൾ എൻ്റെ മോൾ അവിടെ നിൽക്കും. എൻ്റെ മോക്ക് പേടിയായി. എനിക്ക് ആ ആക്ടിവിറ്റി ഇഷ്ടമായില്ല. വിലങ്ങെടുത്ത് ടേബിളിൽ ഇങ്ങനെ ഇട്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ വിലങ്ങ് എന്തിനാ കൊണ്ടുവന്നത്? ഈ വിലങ്ങ് എന്തിനാ അപ്പച്ചൻ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് അറസ്റ്റ് ചെയ്യാൻ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു നിമിഷം എൻ്റെ ഫാദറിനെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഒരു നിമിഷം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇയാളുടെ നെയിം പ്ലേറ്റ് പേരിങ്ങനെ വായിച്ചു. പേര് താൻ സിനിമാക്കാരനല്ലേ, തനിക്ക് എന്താ, നീ എന്ത് ചെയ്യും, നീ സിനിമക്കാരൻ്റെ ചില സിനിമകളിൽ കാണിക്കുന്നവരെ നീ ചെയ്യും, എഴുതിയെടുക്കണ പേര് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു സാർ വീട് സാർ, നിങ്ങൾ വന്ന് ഇത് ചെയ്യാനല്ലേ, നിങ്ങൾ ചെയ്തിട്ട് പോകും. അപ്പോൾ അയാൾ വന്ന ജോലി എന്താ, കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. ഇത്രയും വീടിൻ്റെ ഗേറ്റൊക്കെ തുറക്കുക, അതായത് ഒരു ഭയങ്കര ബിൽഡപ്പ്. അത് ആ വ്യക്തിയുടെ കുഴപ്പമാണ്. പക്ഷെ അതിനോട് നല്ല പ്രതികരണം എൻ്റെ ഭാഗത്ത് ഞാൻ തിരിച്ചു ഉപയോഗിച്ചു. അത് റോഷൻ ആൻഡ്രൂസിന് പോലീസിന് പേടിയില്ല? ഒരു പേടിയില്ല. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ. തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ പോലീസിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണ്ടോ? അതായത് നമ്മൾ റെസ്പെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേവി ഓഫീസർ എനിക്കറിയാം. അദ്ദേഹം മദ്യപിച്ച് വണ്ടി പിടിച്ചതിന് അദ്ദേഹം പോലീസുകാരൻ്റെ അടുത്ത് തട്ടിക്കയറി. ഇത് സാധാരണ പോലീസുകാരൻ്റെ അടുത്ത് തട്ടിക്കയറി. കാരണം അയാളുടെ ഉദ്യോഗത്തെ അയാൾ ഇതാക്കിയ. കേരളത്തിൽ അറിയപ്പെടുന്ന എനിക്കറിയാവുന്ന ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹം ഞാൻ അഡ്വക്കേറ്റാണ്. പോലീസിനെ എന്ത് ചെയ്യും? അത് നമ്മൾ നമ്മുടെ പ്രൊഫഷനെ വെച്ചിട്ട് ഇവരുടെ അടുത്ത് നമ്മളുടെ പണം, എൻ്റെ ഇത്ര പണമുണ്ട്, എനിക്ക് പോലീസൊന്നും ചെയ്താൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ തിരിച്ചു കൊടുക്കാത്ത റെസ്പെക്ട്. പുറത്ത് പറയാത്ത എത്രയോ കഥകൾ കേരളത്തിന്റെ ഭാഗത്ത് ഞെട്ടിക്കുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരുപാട് ഉദ്യോഗസ്ഥരുടെയും സംസാരിച്ചപ്പോൾ ദൈവം ഈ കേരളത്തിൽ ഇത്രയും സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ മദ്യപിച്ച് പോയിട്ട് നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാണുമ്പോൾ എന്താ, മദ്യപിച്ച് വാഹനം തടയുന്നു, വന്നു ഊത്തലുകാർ. നമ്മൾ പറയും ഇവന്മാർക്ക് എന്താ ഊതാൻ തന്നെ മതി, പലതരത്തിൽ നമ്മൾ ഊതുന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ചെയ്യുമ്പോൾ എത്രയോ ക്രിമിനൽസ് പെടുന്നുണ്ടെന്നറിയോ? അതായത് ഒരു കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ ഒരു സംഘം ഇന്ന ആളെ കൊല്ലാനായിട്ട് ചിലപ്പോൾ ഒരു യാത്ര ചെയ്യുന്നതായിരിക്കും ഒരു സ്ഥലത്തേക്ക്. ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു ഹഡിൽസ് എന്ന് പറയുന്നത് അവർക്ക് തടസ്സമാണ്. ചിലപ്പോൾ എത്രയോ കൊലപാതകങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും അറിയോ? അപ്പോൾ കേട്ടിരിക്കുന്ന ശ്രോതാക്കൾ എവിടെയെങ്കിലും ഒരു പോലീസിനോട് എവിടെയെങ്കിലും ചെക്കിംഗ് നടക്കുകയാണെങ്കിൽ സഹകരിക്കുക. കാരണം അതുവഴി ചിലപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെട്ടത്. സൂപ്പർ. വെൽ, റോഷൻ ആൻഡ്രൂസിന് പറയാൻ ഇനിയും ഉണ്ട് ഒരുപാട് പോലീസ് കഥകൾ. ഇന്ന് പോലീസ് സ്റ്റോറിയാണ് ക്ലബ് FM സ്റ്റാർ ജാമിൽ ടൺ കണക്കിന് ഫൺ. Star with RJ Sean. മുംബൈ പോലീസ് എന്നുള്ള മൂവിക്ക് വേണ്ടി റോഷൻ ആൻഡ്രൂസ് ഹോംവർക്ക് ചെയ്യുമ്പോൾ കേരളത്തിൽ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് പോലീസ് കഥകൾ കേൾക്കേണ്ടായി. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹം. വെൽക്കം ബാക്ക് ടു മൈ ഷോ സർ. ഞങ്ങൾ ആരും വായിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത റിയൽ ലൈഫ് ക്രൈം സ്റ്റോറീസ് നടക്കുന്നുണ്ട്. ആരും അറിഞ്ഞിട്ട് പോലുമില്ല. ലൈക്ക് എനിക്കത് ബാലേന്ദ്രമേനോൻ സാർ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ന്യൂ ജനറേഷൻ സിനിമയെ പറ്റി അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടൊരു കമന്റ് എന്ന് വെച്ചാൽ പൂജാമുറിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പൂജാമുറിയിലും ബാത്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ബാത്റൂമിൽ എന്ന് പറഞ്ഞ പോലെ. എന്നെ ഒരു സുഹൃത്ത് 6 വർഷം മുമ്പ് പരിചയപ്പെടാൻ വന്നു. അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ദാവൂദ് ഇബ്രാഹിമിന്റെ ഇതാണ്, ഭയങ്കര അടുത്ത ആളാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഡോക്യുമെന്ററി ചെയ്യണം. ഞാൻ പറഞ്ഞ എന്താണോ പറഞ്ഞ് ബോംബുകളാണ് അയാൾ ഉണ്ടാക്കണം. ഞാൻ ഇയാളെ ഞെട്ടി. ഈ മനുഷ്യന് വാട്ടർ ബോംബ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടിയിൽ പോയിട്ട് പിടിച്ച്. അപ്പോൾ മനുഷ്യരാരും പുറത്തിറങ്ങില്ല. ഇന്നുള്ള ഒരു മനുഷ്യനെ അയാൾ എവിടെയോ പോയി ബോംബ് ഉണ്ടാക്കാൻ അതിന് ഡോക്യുമെന്ററി ചെയ്യാൻ. എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് നമുക്ക് യൂട്യൂബ് എല്ലാം വഴി. ഞാൻ പറഞ്ഞ ഇറ്റ്സ് എ ക്രൈം. പിന്നെ ഈ മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല. ഒരാളെ എന്നെ എവിടെയോ നിന്ന് വിളിച്ച് എന്നെ പരിചയപ്പെടാൻ വിളിച്ച് ഞാൻ ഒരു ഹോട്ടലിൽ പോയി ഇരുന്ന് ഞാൻ സംസാരിക്കാൻ പറഞ്ഞ ഇതെനിക്ക് ചെയ്യണം, ബായിക്ക് വേണ്ടി ചെയ്യണം. ഇത് അറിഞ്ഞ ദൈവം എന്നെ തട്ടിക്കളയെന്ന് എനിക്കറിയില്ല. ഈശ്വര ഇറ്റ്സ് മലയാളി എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രൈമിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈം ഉണ്ടായെന്ന് വിചാരിക്കുക. ആ ക്രൈമിനെ നമ്മൾ മീഡിയ വീണ്ടും വീണ്ടും എഴുതുകയാണെന്ന് വിചാരിക്കുക. ഇതിനോടുള്ള ടെൻഡൻസിയുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ വീണ്ടും പ്രേരിപ്പിക്കുക ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വേറെ പെർസ്പെക്റ്റീവിലാണ്. ഞാനിപ്പോൾ ഷാനോട് ഈ വാർത്തകൾ പറയാം ഇത് ഷോ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഞാനിത് പറയുമ്പോൾ ഞാൻ ഞെട്ടിയൊരു കഥ തന്നെ പറയും. ഞാൻ ദൈവം ഇതിവിടെ സംഭവിക്കുന്നത് ഒരു വലിയൊരു ഫാമിലി. ആ ഫാമിലിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ട. അയാൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ ചാടി കയറി ചെന്ന് ആരില്ലാത്ത സമയത്ത് ആ വീട്ടിലെ മകളെ ഈ റേപ്പ് ചെയ്തിട്ടേ അയാൾ സ്വർണം കക്കുള്ളൂ. സ്വർണം കക്കൽ മാത്രമല്ല, ഭയന്ന് പലരും പറയാതിരുന്നിട്ടുണ്ട്. ഇത് നടന്നിട്ടുണ്ട് കേരളത്തിൽ പല ഭാഗങ്ങളിലും, ഒരു സ്ഥലത്തില്ല പല സ്ഥലങ്ങളിലും. എന്നോട് ചോദിച്ച ചോദ്യം, ഒരു കഥയ്ക്ക് ഇപ്പം നോട്ട്ബുക്ക് എന്നുള്ള സിനിമയ്ക്ക് ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങൾ ഒരു 50ഓളം പെൺകുട്ടികളാണ് ഞങ്ങളെ സഹായിച്ചത്. അതിൻ്റെ ഒരു 5% ബോബി സഞ്ജയ് ഞാനും പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 40% പറയാൻ പറ്റില്ല, പുറത്ത് പറയാൻ സാധിക്കില്ല. കാരണം ഇത് പറയുമ്പോൾ നമ്മുടെ സ്വസ്ഥത നമ്മളതിനെ കടത്തുന്ന എല്ലാവരുടെയും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ചിന്തിക്കണം, അവനൊരു ദിവസത്തെ ഡേ നമ്മൾ ഇല്ലായ്മ ചെയ്യരുത്.